അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുന്നിലുള്ള സദസ്യരോട് ചോദിച്ചു, അയഅ്ജിസു അഹദുക്കും അൻ യക്സിബ അൽഫ ഹസന, 1000 നന്മകൾ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ടോ? ഫസഅലഹു സായിലും മിൻ ജുലസാഇഹി, ആ സദസ്യരിൽ നിന്നുള്ള ഒരാൾ ചോദിച്ചു, നബിയെ, കൈഫ യക്സിബു അഹദുന അൽഫ ഹസന, ഞങ്ങൾ എങ്ങനെയാണ് 1000 നന്മകളൊക്കെ കരസ്ഥമാക്കുക എന്ന്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, യുസബ്ബിഹു അഹദുക്കും മിഅത തസ്ബീഹത്തി, 100 തസ്ബീഹ്, നിങ്ങളിൽ ഒരാൾ 100 തസ്ബീഹ് ചൊല്ലിയാൽ തുക്തബു ലഹു അൽഫു ഹസന, 1000 നന്മകൾ എഴുതപ്പെടും. വതുഹത്തു അൻഹു അൽഫു സയ്യിഅ, 1000 തിന്മകൾ മായിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ 100 തസ്ബീഹ് ചൊല്ലിയാൽ 1000 നന്മകൾ രേഖപ്പെടുത്തപ്പെടും, 1000 തിന്മകൾ മായിക്കപ്പെടുകയും ചെയ്യും. ഏതാണ് ഈ തസ്ബീഹ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതൊരു മനോഹരമായ തസ്ബീഹാണ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ലിഅസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്റെ അനുയായികളോട് ഇങ്ങനെ പറഞ്ഞു, ഖൂലൂ സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ, നിങ്ങളെല്ലാവരും 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലുക. മൻ ഖാലഹാ മറത്തൻ കുതിബത് ലഹു അശ്റ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരാൾ ഒരു തവണ ചൊല്ലിയാൽ അയാൾക്കത് 10 എണ്ണമായി എഴുതപ്പെടും. വമൻ ഖാലഹാ അശ്റൻ കുതിബത് ലഹു മിഅതൻ, ഇനി 10 പ്രാവശ്യം ചൊല്ലിയാലോ 100 ആയിട്ട് എഴുതപ്പെടും, അഥവാ 100 ചൊല്ലിയതിന്റെ കൂലി കിട്ടും. വമൻ ഖാലഹാ മിഅതൻ, ഇനി 100 പ്രാവശ്യം ചൊല്ലിയാൽ കുതിബത് ലഹു അൽഫൻ, 1000 അയാൾക്ക് അത് രേഖപ്പെടുത്തപ്പെടും. വമൻ സാദ സാദഹുല്ലാഹ് വമൻ ഇസ്തഗ്ഫറല്ലാഹ് ഗഫറ ലഹു, അതിലും അധികമാക്കിയാൽ അള്ളാഹു അവന് കൂടുതൽ നൽകും. ആരെങ്കിലും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയും ചെയ്യും. അപ്പോ ഒരു തവണ ചൊല്ലിയാൽ 10 തവണ ചൊല്ലിയതിന്റെ കൂലി കിട്ടും എന്നർത്ഥം. 100 പ്രാവശ്യം ചൊല്ലിയാൽ 1000 പ്രാവശ്യം ചൊല്ലിയതിന്റെ കൂലി. ഇനി ഇതേ സുബ്ഹാനല്ലാഹി വബിഹംദിഹിന്റെ മഹത്വമായി മറ്റൊരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ, രാവിലെയും വൈകുന്നേരവും ഒരാൾ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലുകയാണെങ്കിൽ, ലം യഅതി അഹദുൻ യൗമൽ ഖിയാമത്തി ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി, നാളെ പരലോകത്ത് അവൻ കൊണ്ടുവരുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് മറ്റൊരാളും കൊണ്ടുവരികയില്ല എന്ന്. അവനോളം പ്രതിഫലവുമായിട്ട് മറ്റൊരാൾ വരൂല. ആരൊഴികെ? ഇല്ല അഹദുൻ ഖാല മിസ്ല മാ ഖാല ഔ സാദ അലൈഹി, ഇതുപോലെ ചൊല്ലിയവനോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ചൊല്ലിയവനോ ഒഴികെ. അപ്പോ ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ, തസ്ബീഹ് രാവിലെയും വൈകുന്നേരവും 100 തവണ വീതം ചൊല്ലുന്നവൻ നാളെ പരലോകത്ത് വരുന്നത് ഏറ്റവും വലിയ പ്രതിഫലവുമായിട്ടായിരിക്കും. അവനോളം പ്രതിഫലമായിട്ട് വേറൊരാളും വരാനില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് തന്നെ സാധ്യമാകുന്നവർ ഇൻഷാ അല്ലാഹ് 100 തവണ രാവിലെയും ചൊല്ലാം, വൈകുന്നേരവും ചൊല്ലാം സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു എന്നർത്ഥം വരുന്ന തസ്ബീഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.